നമസ്കാരം. 36ാമത് വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസ് ജൂലൈ 16 മുതൽ 19 വരെ കാനഡയിലെ എഡ്മണ്ടണിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാടുള്ള സംഘാടകരും ഒരുക്കമുള്ള ജനവും ഈ കോൺഫറൻസിനെ എക്കാലവും മികച്ച ഒരു ആത്മീയ സംഗമമായി നിലനിർത്തുന്നുണ്ട്. ഇപ്രാവശ്യത്തെ കോൺഫറൻസും ദൈവജനത്തിന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ ഏറെ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് സംഘാടകർ. ഇത്തരുണത്തിൽ 36ാമത് വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസ് ജനറൽ കൺവീനർ പാസ്റ്റർ സാം വർഗീസ് കോൺഫറൻസ് വിശേഷങ്ങളുമായി കാനഡയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം പാസ്റ്റർ സാം വർഗീസ്. വീണ്ടും താങ്കളുടെ മുഖ്യ സംഘാടകത്വത്തിൽ വലിയൊരു ആത്മീയ ദൗത്യം കൂടെ നിറവേറ്റപ്പെടുകയാണ്. ആത്മീയ ദൗത്യങ്ങൾക്കായുള്ള താങ്കളുടെ ഉത്സാഹവും ആവേശവും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. 36ാമത് വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസിന്റെ ഇതുവരെയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ക്രമീകരണങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ 36 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫാമിലി കോൺഫറൻസ്. കാനഡയിലെ വെസ്റ്റേൺ സൈഡിലുള്ള പ്രത്യേകിച്ച് എഡ്മണ്ടൺ, കാൽഗറി, വാങ്കോവർ, അതോടൊപ്പം തന്നെ US സിറ്റീസായ സിയാറ്റിൽ, പോർട്ട്ലൻഡ്, ഓറിഗൺ, വാഷിങ്ടൺ ആദ്യമായ സ്ഥലങ്ങളിലുള്ള ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസ്. എൻ്റെ അറിവിൽ 36 വർഷം മുമ്പ് എഡ്മണ്ടണിലും കാൽഗറിയിലും ഉണ്ടായിരുന്ന ദൈവമക്കൾ, ചുരുക്കം ചിലരായ ദൈവമക്കൾ ഒന്നിച്ചു കൂടി ആരംഭിച്ച ഈ കോൺഫറൻസ് പിന്നീടുള്ള വർഷങ്ങൾ അത് വ്യാപിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിലെ നമ്പർ നോക്കുമ്പോൾ ഏകദേശം 1000-ലധികം പേര് ഒന്നിച്ചു കൂടി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസാണ് ഈ കോൺഫറൻസ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യവും ഈ കോൺഫറൻസ് കോർഡിനേറ്റ് ചെയ്യാൻ ദൈവം എനിക്കൊരു നിയോഗവും അവസരവും നൽകിയിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ കോൺഫറൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണഗതി നടത്തി വരുന്നതും ഏറ്റവും നല്ലതുമാണ് എൻ്റെ ലൊക്കേഷൻ. ഇവിടെയുള്ള ലൈഫ് ചർച്ച് എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ഫെസിലിറ്റിയാണ് നമ്മൾ ഈ കോൺഫറൻസ് നടത്താൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത ഒന്ന്, വളരെ കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്. സിറ്റിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ലൊക്കേറ്റഡ് ആണെന്ന് പറയാവുന്ന വളരെ പ്രൈം ലൊക്കേഷനിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലൈ ചെയ്ത് വരുന്നവർക്കും ബസ്സിൽ വരുന്നവർക്കും ഡ്രൈവ് ചെയ്ത് വരുന്നവർക്കും എല്ലാം, അതോടൊപ്പം തന്നെ ഈ സിറ്റി പാർക്കുന്ന ദൈവമക്കൾക്കും എല്ലാം വേഗത്തിൽ എത്തിച്ചേരാവുന്ന വളരെ പരിചയമുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഫെസിലിറ്റി. അതോടൊപ്പം തന്നെ ഈ ഫെസിലിറ്റിയിൽ നമുക്ക് മെയിൻ സാങ്ച്വറി തന്നെ 1500 പേർക്ക് ഇരിക്കാവുന്ന ഒരു മെയിൻ സാങ്ച്വറി, അതോടൊപ്പം 1000-ഓളം പേർക്ക് ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന നിലയിലുള്ള ഡൈനിങ് സ്പേസും, യൂത്ത്സിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പ്രത്യേകം മീറ്റിങ്ങുകൾ നടത്താൻ പറ്റിയ ചെറിയ കോൺഫറൻസ് ഹോളുകളും എല്ലാമുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു ഫെസിലിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്ന് വരുന്നു. ഇവിടെ ഈ കോൺഫറൻസ് നടത്താനായിട്ട് ലോക്കൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു ടീം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അധ്വാനവും പ്രയത്നവും എല്ലാം ഈ കോൺഫറൻസ് വളരെ ഭംഗിയായി നടത്തത്തക്ക നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി ചെയ്തു വരുന്നുണ്ട്. വചന ശുശ്രൂഷ എന്നത് പ്രത്യേകിച്ച് പെന്തക്കോസ്ത് കോൺഫറൻസുകളെ സംബന്ധിച്ച ഒരു പ്രധാന ഘടകമാണെന്നോ? ആരൊക്കെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട പ്രഭാഷകർ? വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ ഒരു പ്രത്യേകത വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കോൺഫറൻസിൻ്റെ എല്ലാവിധ മീറ്റിങ്ങുകളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ നിയോഗം അനുസരിച്ച് പാസ്റ്റർ ജോ തോമസ് ഫ്രം ബാംഗ്ലൂർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷൻ ഈ ദിവസങ്ങൾ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ മെസ്സേജ് കൊടുക്കുന്നത് പാസ്റ്റർ നിരൂപ് അൽഫോൺസ് ഫ്രം ഡെൻവർ US. ഈ 2 ദൈവദാസന്മാരായിരിക്കും നമ്മുടെ ഈ കോൺഫറൻസിലെ പ്രധാന പ്രാസംഗികർ. ഇവരെ കൂടാതെ കാനഡയിലുള്ള മറ്റ് ചില ദൈവദാസന്മാരും വചന ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കാനുണ്ടാകും. മറ്റ് കോൺഫറൻസുകളെ പോലെ പ്രത്യേക ചിന്താവിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നത്? അതെ. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇപ്രാവശ്യവും വെസ്റ്റേൺ പെന്റക്കോസ്റ്റൽ കോൺഫറൻസിന് വേണ്ടി ദൈവം ഞങ്ങൾക്ക് നൽകിയ തീം എന്ന് പറയുന്നത് ദ സീസൺ ഓഫ് ഹാർവസ്റ്റ്, കൊയ്ത്തിൻ്റെ കാലം. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിതയ്ക്കുന്നവൻ്റെ മനസ്സിലെ സ്വപ്നവും എക്സ്പെക്റ്റേഷനും എന്ന് പറയുന്നത് ഒരു 100 മേനി കൊയ്ത്താണ്, വിളവാണ്. ആ എക്സ്പെക്റ്റേഷനോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിൽ വചനത്തെ വിതയ്ക്കാനും അതിൽ നിന്ന് നല്ലൊരു കൊയ്ത്ത് എക്സ്പെക്റ്റ് ചെയ്യാനും ഉള്ള ഒരു ആഹ്വാനം തരുന്നതാണ് ഈ വർഷത്തെ തീം. പെന്തക്കോസ്ത് കോൺഫറൻസുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ വചന ശുശ്രൂഷയ്ക്കൊപ്പം ആരാധനയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്.
ഇപ്രാവശ്യത്തെ സംഗീത ആരാധന ശുശ്രൂഷകൾക്ക് ആരാണ് നേതൃത്വം നൽകുന്നത്? അതെ, വചന ശുശ്രൂഷ പോലെ തന്നെ ആത്മീയ ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന നിലയിലാണ് ഈ പ്രാവശ്യത്തെ കോൺഫറൻസും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവം കൃപ കൊടുത്തിരിക്കുന്ന, താലന്ത് കൊടുത്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡേഴ്സ് ഇപ്രാവശ്യം നമ്മുടെ വർഷിപ്പ് സെക്ഷൻസ് ലീഡ് ചെയ്യും. അതിഥികളായി ചില ദൈവഭക്തന്മാർ ആ കോൺഫറൻസിൽ വർഷിപ്പ് ലീഡ് ചെയ്യാനുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമായും എഡ്മണ്ടനിലുള്ള വിവിധ പെന്തക്കോസ്ത് സഭകളിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ സഹോദരന്മാർ, കൃപയുള്ള സഹോദരന്മാരും സഹോദരിമാരും ഇപ്രാവശ്യത്തെ WPC കോൺഫറൻസും വർഷിപ്പ് സെക്ഷൻ ലീഡ് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യത്തെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ എത്രത്തോളം വിശ്വാസികളെയാണ് പ്രതീക്ഷിക്കുന്നത്? എയർപോർട്ടിൽ നിന്നും അവരെ സ്വീകരിക്കുന്നതിനും മറ്റും ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് വെസ്റ്റേൺ സൈഡിലുള്ള, പ്രത്യേകിച്ച് കാനഡയുടെ വെസ്റ്റേൺ സൈഡിലുള്ള അമേരിക്കയുടെ ചില പട്ടണങ്ങളുള്ള ദൈവമക്കളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ്. അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റൻഡൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഈ വർഷവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം 1000-ലധികം പേര് നമ്മുടെ കോൺഫറൻസിലുണ്ടാകും എന്ന് ആണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് ഫ്ലൈ ചെയ്ത് വരുന്ന എല്ലാവർക്കും എയർപോർട്ടിൽ നിന്നുള്ള റൈഡ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനങ്ങൾ അവരെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു ടീം തന്നെ ഈ വർഷത്തെ കോൺഫറൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫറൻസുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താമസവും ഭക്ഷണവും. എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? നമ്മുടെ കോൺഫറൻസിൻ്റെ ലൊക്കേഷന് വളരെ അടുത്തുള്ള മാരിയറ്റ് ഹോട്ടലിലാണ് ഇപ്രാവശ്യം കോൺഫറൻസിന് വരുന്ന അതിഥികൾക്ക് താമസിക്കാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ പ്രത്യേകത, എഡ്മണ്ടൺ സിറ്റിയിലുള്ള ദൈവമക്കളൊക്കെ അവരുടെ ഭവനങ്ങളിൽ അതിഥികളെ സ്വീകരിക്കത്തക്ക നിലയിൽ അവരുടെ ഡോറ് തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഭവനങ്ങളിലും ദൂരെ നിന്ന് വരുന്ന ദൈവമക്കൾക്ക് പാർക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ താമസിക്കേണ്ടവർക്ക് അതിനുള്ള ക്രമീകരണവുമുണ്ട്. മാരിയറ്റ് ഹോട്ടലിലാണ് നമ്മൾ അതിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് കോൺഫറൻസിനും വ്യത്യാസമായി ഈ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് എഡ്മണ്ടനിലുള്ള ദൈവമക്കളുടെയും ദൈവസഭകളുടെയും കൂട്ടായൊരു പ്രവർത്തന നിമിത്തമായി എല്ലാവർക്കും സൗജന്യമായ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഈ കോൺഫറൻസ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ സാം വർഗീസ്, താങ്കൾ വീണ്ടും ഈ കോൺഫറൻസിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നു. വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ്, IPC ഫാമിലി കോൺഫറൻസ് തുടങ്ങിയവയ്ക്ക് മുൻപും നേതൃത്വം നൽകിയിട്ടുണ്ട്. സംഘാടകത്വം ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗമായി കാണുന്നു? അതെ, ഇത് ദൈവം എനിക്ക് ഏൽപ്പിച്ച എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൈവിക നിയോഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പല കോൺഫറൻസുകൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള അവസരം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ദൈവം ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം എന്നാൽ കഴിയുന്നിടത്തോളം വിശ്വസ്തയോടെയും എൻ്റെ സാധ്യതകൾ എല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടത്തക്ക നിലയിലും കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കോൺഫറൻസിൽ അതുകൊണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. WPCയുടെ ഇപ്രാവശ്യത്തെ മറ്റ് സംഘാടകരെ കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇപ്രാവശ്യത്തെ കോൺഫറൻസിന് അനുഗ്രഹിക്കപ്പെട്ടൊരു കമ്മിറ്റി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നാഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് റോണി സൈമൺ മാത്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിൻ്റെ ട്രഷറർ ബ്രദർ ജിജി ഫിലിപ്പ്, യൂത്ത് കോർഡിനേറ്റർ ഗ്ലാഡ്വിൻ കോശി ആദ്യമായവരും ഈ ടീമിലുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സഭകളിലെ ദൈവദാസന്മാരും ദൈവമക്കളും ഈ കമ്മിറ്റിയിൽ അംഗമാണ്. അങ്ങനെ കൂട്ടായാണ് ഈ കാര്യങ്ങളുടെ കോർഡിനേഷൻ നടക്കുന്നത്. കുറേ വർഷങ്ങളായി കാനഡയിൽ താമസിക്കുന്നു. അപ്പോൾ തന്നെ വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് പോലെ വിവിധ കോൺഫറൻസുകളുടെ ഭാഗവുമാകുന്നു. വെസ്റ്റേൺ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിന്റെ ലക്ഷ്യം എന്താണ്? 36 വർഷം പൂർത്തീകരിക്കുന്ന ഈ കോൺഫറൻസ് വിശ്വാസി സമൂഹത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 36 വർഷങ്ങൾക്ക് മുൻപ് കാനഡയുടെയും ഒക്കെ ഈ വെസ്റ്റേൺ സൈഡിലോട്ട് മലയാളി കമ്മ്യൂണിറ്റിയുടെ നമ്പേഴ്സ് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസികളുടെ നമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ കാലങ്ങളിൽ ദൈവമക്കൾ തങ്ങളിലുള്ള ഒരു ഫെലോഷിപ്പ്, അതായിരുന്നു ഈ കോൺഫറൻസിൻ്റെ പ്രധാനമായി ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ അന്യോന്യം കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അവരുടെ ആത്മീയ ബന്ധം പുതുക്കാനും ഒക്കെയുള്ള ഒരവസരമായിട്ടാണ് ഈ കോൺഫറൻസ് ഒരു കാലം നടത്തപ്പെട്ടത്. പിന്നീട് വന്നപ്പോൾ ഈ ഭാഗങ്ങളിൽ ദൈവമക്കളുടെ നമ്പർ വളരെ കൂടി, സഭകൾ വർദ്ധിക്കപ്പെട്ടു. അപ്പോൾ അന്യോന്യം എൻകറേജ് ചെയ്യാനും ശുശ്രൂഷയിൽ കൈത്താങ്ങാനും അതോടൊപ്പം തന്നെ പുതിയ സഭകൾ വരത്തക്ക നിലയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സുവിശേഷീകരണത്തിൻ്റെ ഒരു ലക്ഷ്യവും അതിന് പിന്നിലുണ്ട്. കൂട്ടായ്മയോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ വരുന്ന ദൈവമക്കൾക്ക് കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കുമായി
ഇവിടെ സഭകൾ വളരണം, ഉണ്ടാകണം, കൂടുതൽ സഭകൾ ഉണ്ടാകണം, ശുശ്രൂഷയ്ക്ക് ദൈവകൃപയുള്ള ദൈവിക കോളിങ്ങുള്ള ദൈവദാസന്മാർക്ക് അവരുടെ ശുശ്രൂഷയിൽ മുന്നേറാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ളൊരു കൂട്ടായ്മയും ഒക്കെയാണ് ഈ ഒരു കോൺഫറൻസിൻ്റെ മെയിൻ എയിം. ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് നമ്മുടെ കോൺഫറൻസ് ആണെന്ന് പറയുന്ന നിലയിൽ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കോൺഫറൻസാണ് വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ്. ഒരു റിയൽ ഫാമിലി റീയൂണിയൻ പോലെയാണ് പലപ്പോഴും ഈ കോൺഫറൻസിൻ്റെ അറ്റ്മോസ്ഫിയർ മാറാറുള്ളത്. ഒരു കോൺഫറൻസ് തീരുന്ന ദിവസമൊക്കെ പലപ്പോഴും ദൈവമക്കൾ തങ്ങളിലുള്ള ആ സ്നേഹബന്ധ പുതുക്കലുകളും ഒക്കെ അതിൻ്റെ പ്രകടമായ പല അനുഭവങ്ങളും ഈ കോൺഫറൻസിൻ്റെ ലാസ്റ്റ് ഡേകളിൽ കാണാറുമുണ്ട്. ഓക്കെ, വളരെ നന്ദി പാസ്റ്റർ സാം വർഗീസ്. ഹാർവസ്റ്റ് ടിവിക്കും നിങ്ങളുടെ ഈ മഹത്തായ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷം. ഒരു മികച്ച യുവസംഘാടകനായ താങ്കളിലൂടെ ഇനിയും വളരെ ആത്മീയ ദൗത്യങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. 36ാമത് വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് കാനഡയിലെയും അമേരിക്കയിലെയും സമീപ രാജ്യങ്ങളിലെയും ദൈവജനത്തിന് ഒരു വലിയ അനുഗ്രഹവും യുവതലമുറയ്ക്ക് മാർഗദർശകവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.